കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നത് പുളിമ്പിടാവ് ശ്രീ പെരുങ്കോന്ന് ദേവീ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടുന്നൊരു വഴി തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ ചെങ്ങളായിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്കോട്ട് മാറിയും അല്ലായെങ്കിൽ തളിപ്പറമ്പ് ചേരംകുന്ന് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്കോട്ട് മാറിയും ഈ പരിപാവനമായ പുളിമ്പിടാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. കാരണം ക്ഷേത്രങ്ങൾ പ്രദക്ഷിണ വഴിയിലൂടെ പല ക്ഷേത്രങ്ങളിലും യാത്ര ചെയ്തു. പക്ഷേ പുളിമ്പിടാവിലുള്ള ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ധാരാളം പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ പേരിൽ പോലും പ്രത്യേകതകളുണ്ട്. അത്തരം പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദേവിയുടെ ഐതിഹ്യം മനസ്സിലാക്കി നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ഈശ്വരിയുടെ കടാക്ഷത്തിന് പാത്രീഭൂതരാകാം. നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ചു വരാം. അനന്യേകത്രാണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയ മാത്സര്യാധ്യനുപമ മനോ രോഗശമന പ്രവീണാം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായേ നമഃ. പുളിമ്പടാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യത്തിലൂടെ നമുക്ക് പോകുമ്പോൾ ഏതൊരു ഭക്തനും വിളിച്ചാൽ വെളിപ്പുറത്താണത്രേ പുളിമ്പിടാവ് ദേശത്തെ ഈ അമ്മ. അനവധി കാലഘട്ടത്തിലെ ജീർണതയ്ക്ക് ശേഷം നവീകരണ പദ്ധതികൾ 2006 മുതൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല ഭൗതികമായ പ്രവർത്തനങ്ങളും നടന്നു. ഒപ്പം ആന്തരികമായി ചെയ്യേണ്ടുന്നതായ ചൈതന്യവർദ്ധനവിനുള്ള കാര്യങ്ങളും ചെയ്തു. ദേവി കിഴക്കോട്ടേക്ക് ദർശനം നൽകിയിരിക്കുന്ന ദേവിയാണ്. പ്രേക്ഷകർക്ക് കാണാം മുൻഭാഗത്ത് വളരെ പഴമ തോന്നിപ്പിക്കുന്ന ഗോപുരം. ആ ഗോപുരം കടന്ന് കിഴക്കും പടിഞ്ഞാറും വിശേഷമായ ഗോപുരം ഈ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്ര ഭാരവാഹികളുടെ കൂട്ടായ്മയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് കിഴക്കേ ഗോപുരത്തിലൂടെ പോയി തൊഴുത് ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. പുളിമ്പിടാവ് ചുഴലി ഭഗവതി ക്ഷേത്രം ഏറെ കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടത്രേ. ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പലതരത്തിൽ ചരിത്രകാരന്മാരും പഴമക്കാരും പറയുന്നുണ്ട്. അതിലൊരു ഐതിഹ്യം പറയുന്നത് ഈ പുളിമ്പിടാവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരില്ലം ഈ ദേശത്തുണ്ടായിരുന്നു അത്രേ. ആ ഇല്ലത്തെ അമ്മ അന്തർജനം എല്ലാ ദിവസവും ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെ എല്ലാ ദിവസവും പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഏറെ പ്രായമാവുകയും ഒപ്പം ആരോഗ്യം അനുവദിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ചുഴലി ഭഗവതി അമ്മയോട് തൊഴുത് പ്രാർത്ഥിച്ചു അത്രേ. അമ്മേ, ഇനി എനിക്ക് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ അനുഗ്രഹിക്കണമെന്ന് ആ ഇല്ലത്തെ അന്തർജനമായ അമ്മ പറഞ്ഞു എന്നും. അങ്ങനെ ആ അമ്മ ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ച്
ഇല്ലത്തേക്ക് വരുന്ന സമയത്ത് മണാട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും ആ സ്ഥലത്ത് 3 പെൺകുട്ടികൾ കളിക്കുന്നത് കാണാനിട വന്നു. ഏതൊരമ്മക്കും കുട്ടികളെ കാണുന്ന സമയത്ത് മാതൃവാത്സല്യം ഉണ്ടാകുമത്രേ. അങ്ങനെ ആ ഇല്ലത്തെ അന്തർജനമായ അമ്മ ആ കുട്ടികളോട് കുശലാന്വേഷണമൊക്കെ അന്വേഷിച്ചതിന് ശേഷം ആ കുട്ടികളെയും കൂട്ടി ഇല്ലത്തേക്ക് വന്നു എന്നാണ്. അവിടെയാണ് നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലെ ആതിഥ്യ മര്യാദ. ആ കുട്ടികളെ വീട്ടിൽ കൊണ്ടിരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് ചെന്നു, അവരെ ഇരുത്തിയെന്നു. അങ്ങനെ തിരിച്ച് ഭക്ഷണം എടുക്കാൻ അകത്ത് പോയ അന്തർജനം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികളെ അവിടെ കാണാനില്ലെന്നും, മറിച്ച് ആ കുട്ടികളിരുന്ന പലക മാത്രമാണെന്നും, ആ പലക എടുത്ത് ഉയർത്താൻ നോക്കുന്ന സമയത്ത് അത് എടുത്തുയർത്താൻ സാധിച്ചില്ല എന്നും, അങ്ങനെ വൈദികവും ജ്യോതിഷവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൻ്റെ ആ പ്രാധാന്യത്തിൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ചിന്തിക്കുകയും അങ്ങനെ സോമേശ്വരിയും അതുപോലെ തന്നെ ചുഴലി ഭഗവതിയും ഭദ്രകാളിയും രൂപം മാറി വന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അതേ സ്ഥാനത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് പഴയ കാലഘട്ടത്തിലെ ഒരു ഇല്ലമായിരുന്നു ഈ ക്ഷേത്ര സങ്കേതമെന്നും പിന്നീട് ആ സ്ഥാനത്ത് തന്നെ ഈ 3 ചൈതന്യങ്ങളെയും ആരാധിച്ചു. അപ്പോൾ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ചുഴലി ഭഗവതിയുടെയും അതുപോലെ തന്നെ ഭദ്രകാളിയുടെയും സോമേശ്വരിയുടെയും 3 ദേവീ ചൈതന്യങ്ങളുടെ അനുഗ്രഹം വാങ്ങാവുന്ന ഉത്തര മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പെരുങ്കോന്ന് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രമെന്ന് നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ പലതരം ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പെരുങ്കോന്ന് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. 2006 സ്വർണ്ണ പ്രശ്നത്തിന് ശേഷമാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന എല്ലാ നവീകരണവും. ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ് ദേശജനങ്ങളുടെ എല്ലാ കൂട്ടായ്മയോടുകൂടി ആകാവുന്ന ഭൗതികമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഒപ്പം വിളിച്ചാൽ വിളിപ്പുറത്താണത്രേ ഈ ദേശക്കാരെ സംബന്ധിച്ച് ഈ ഭഗവതിയെന്നും പല ദേശത്തു നിന്നും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കാര്യം നേടുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തെ പ്രദക്ഷിണം നടത്തി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുൻപോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് പോകുന്ന സമയത്ത് സരസ്വതി മണ്ഡപം കാണാം. ഈ സരസ്വതി മണ്ഡപത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറോട്ടേക്ക് ദർശനമായുള്ള സരസ്വതി മണ്ഡപം. ഈ സരസ്വതി മണ്ഡപത്തിൽ ആഴ്ചയിലെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇവിടെ വെച്ച് അക്ഷരശ്ലോക സദസ്സ് നടത്തുന്നൊരു ക്ഷേത്രം. അത് ചെറിയ കുട്ടി മുതൽ പ്രായമായ മുതിർന്ന അമ്മമാർ വരെ ഒത്തുചേർന്ന് അക്ഷരശ്ലോകം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ നിന്ന് അനവധി ക്ഷേത്രങ്ങളിൽ പോയി പുളിമ്പിടാവ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പേരിൽ അക്ഷരശ്ലോകം സമർപ്പിക്കുന്ന പതിവും ഈ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടത്രേ. നമുക്കിനി പ്രദക്ഷിണമായി തൊഴുത് പ്രാർത്ഥിക്കാം. പെരുങ്കോന്ന് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത മകരമാസത്തിലെ പ്രതിഷ്ഠാദിനം വളരെ വിശേഷമായി ആചരിക്കുന്ന ഒരു ക്ഷേത്രം. ഒപ്പം വൃശ്ചിക മാസത്തിലെ കാർത്തിക ഏറെ പ്രാധാന്യത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് കന്നിമൂലയിൽ നാഗപ്രതിഷ്ഠ ചെയ്ത അപൂർവം ക്ഷേത്രങ്ങളാണ്. ഇവിടെ കന്നിമൂലയിൽ കിഴക്കോട്ടേക്ക് ദർശനമായ നാഗസങ്കേതമാണ്. നമുക്കവിടെ നാഗങ്ങളെ തൊഴുത് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രശ്നചിന്തയിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. ഈ ക്ഷേത്രം ഇവിടെ വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പുളിമ്പിടാവ് ഇല്ലത്തമ്മ തൊട്ടപ്പുറത്തുള്ള ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഈ ചുഴലി സ്വരൂപത്തിൻ്റെ കീഴിലുള്ള ആ ചുഴലി ക്ഷേത്രത്തിൽ അപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റാതെ വരികയും
ഇനി എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് മടങ്ങി വരികയാണ് ഉണ്ടായത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ തൊട്ടപ്പുറത്ത് മണാട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് 3 കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടികൾ. അപ്പോൾ ആ കുട്ടികളുമായിട്ട് കുശലം പറയുകയും ആ കുട്ടികളെയും കൂട്ടി ഇല്ലത്തേക്ക് വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇല്ലത്ത് വന്നപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അകത്ത് പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടികൾ ഇരുത്തിയ പലക പിന്നെ ഉയർത്താൻ വേണ്ടി സാധിച്ചില്ല എന്നും, അങ്ങനെ പ്രശ്നചിന്തയിൽ പുളിമ്പിടാവ് ചുഴലി ഭഗവതിയും അതുപോലെ തന്നെ സോമേശ്വരിയും ഭദ്രകാളി ഉൾപ്പെടെയുള്ള ദൈവങ്ങളാണ് ഇവിടെ എത്തിയത് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് ഉചിതമായ ഒരു സ്ഥാനം നൽകിയിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നതാണ് ഒരു ഐതിഹ്യം. മറ്റും പല ഐതിഹ്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകൾ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിലൂടെ നേരത്തെ പറഞ്ഞു, ഇല്ലത്തെ അന്തർജനത്തിൻ്റെ കൂടെ വന്ന ഈശ്വരീയ ശക്തി ചൈതന്യമാണെന്ന്. പുളിമ്പിടാവ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന് ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം. ഈ പാട്ടുത്സവ കാലഘട്ടത്തിൽ തെയ്യമ്പാടി സമ്പ്രദായ പ്രകാരം പാട്ട് നടത്തുകയും ഒപ്പം ഈ സന്ദർഭത്തിൽ ദേവിയെ എഴുന്നള്ളിച്ചു പോകുന്നതും ഈ പടിഞ്ഞാറ് പാർശ്വഭാഗത്തേക്ക് നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗം റോഡാണ്. ആ റോഡ് കഴിഞ്ഞ് അതിനും കുറച്ച് പുറകോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെയാണത്ര ഈ ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി തിരിച്ചവിടെ എഴുന്നള്ളിച്ച് വെക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും ചെയ്ത് പ്രദക്ഷിണം വെച്ച് ദേവിയെ അകത്തേക്ക് പ്രവേശിക്കും. ഇത് ഉത്സവ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറേ ഗോപുരത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് പാർശ്വഭാഗത്തു കൂടിയാണ് ദേവിയുടെ പൂർവ്വകാലഘട്ടത്തിലെ ദേവിയുടെ ആഗമനം എന്നൊരു ഐതിഹ്യവും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണത്രേ ഉത്സവ കാലഘട്ടത്തിൽ ദേവിയെ എഴുന്നള്ളിച്ചു പോകുന്നത്. നമുക്കിനി തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായിക്കൊണ്ട് ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കാം. അങ്ങനെ പുളിമ്പിടാവ് ദേവീ ക്ഷേത്രത്തിലെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി അമ്മയുടെ ആഗമനത്തെ പടിഞ്ഞാറ് പാർശ്വഭാഗത്തു നിന്നാണെന്നും അവിടെ ഉത്സവ കാലഘട്ടത്തിൽ വാളെഴുന്നള്ളിച്ച് അവിടെ അനുഷ്ഠാനം നടക്കുകയും ഈ സന്ദർഭങ്ങളിൽ മാത്രമേ ആ ഈശ്വരിയുടെ പൂർവിക സങ്കേത സ്ഥലത്ത് സ്മരിക്കപ്പെടുന്ന അവിടെ പോകാറുള്ളൂ അത്രേ. അങ്ങനെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പ്രദക്ഷിണ പദത്തിലേക്ക് എത്തുന്ന സമയത്ത് വളരെ പഴമയോടുകൂടി തോന്നുന്ന അഗ്രശാല കാണും. ഈ അഗ്രശാലക്ക് കൊണ്ടത്രേ ഏറെ ഐതിഹ്യം. അപ്പോൾ നമ്മളിങ്ങനെ പ്രദക്ഷിണമായി വരുന്ന സമയത്ത് ആ അഗ്രശാലയുടെ വടക്കു ഭാഗത്തേക്കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രക്കുളത്തിലേക്ക് പോയി കയ്യും കാലൊക്കെ കഴുകി തൊഴുത് നമുക്കവിടെ പ്രാർത്ഥിച്ച് ഗംഗയെയും സപ്തതീർത്ഥങ്ങളെയും സങ്കല്പിച്ച് സ്മരിക്കാവുന്ന തീർത്ഥക്കുളമാണ്. ഇനി നമുക്ക് തീർത്ഥക്കുളത്തിലേക്ക് പോയിട്ട് വരാം. ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ദർശനം തന്നെ കിഴക്ക് ഭാഗത്തേക്ക് മാറിയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പാർശ്വഭാഗത്തേക്ക് മാറിയാണത്രേ ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളം. ഇന്നത്തെ ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ കമ്മിറ്റിയും ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നവീകരിച്ചു കൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 50% പ്രവൃത്തികൾ പുരോഗമിച്ച് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ ഏറ്റവും പ്രധാന ആവശ്യം ഈ കാണുന്ന കുളം നവീകരിക്കുക എന്നാണ്. ഈ കുളം നവീകരിച്ച് ഭാവിയിൽ ക്ഷേത്രത്തിലൊരു കൊടിമരമൊക്കെ വന്ന് ഈശ്വരിയുടെ ഉത്സവമൊക്കെ നടക്കുമ്പം ആറാട്ട് വരെ നടക്കേണ്ടുന്ന പ്രാധാന്യമുള്ള ഒരു കുളമാണ് അത്. ഇന്ന് ആകാവുന്ന രീതിയിലൊക്കെ അതിനെ
ഭംഗിയാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇനിയും ധാരാളം നവീകരണം പ്രേക്ഷകർക്ക് കാണാം. ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ധാരാളം പടവുകൾ ഇറങ്ങി വേണം ക്ഷേത്രത്തിലെ മേൽശാന്തി ആയാലും ക്ഷേത്രത്തിനകത്ത് ജീവിക്കുന്നവരെ പ്രവർത്തിക്കുന്നവർ കുളിച്ച് ശുദ്ധാവണം. ധാരാളം പടവുകൾ ഇറങ്ങണം. ആ പടവുകളെല്ലാം ജീർണാവസ്ഥയിലാണ്. അപ്പം ഇനി അത് നവീകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്നത്തെ ക്ഷേത്ര ഭാരവാഹികൾക്കുണ്ടത്രേ. നമുക്കിനി ഭഗവതി അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കാം. പുളിമ്പിടാവ് എന്ന ഇല്ലത്തിൻ്റെ കീഴിലായിരുന്നു ഈ അമ്പലം. അതിനുശേഷം ആ ഇല്ലം കാലഹരണപ്പെട്ടു പോവുകയും ഇപ്പം നിലവിൽ നാട്ടുകാരെ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം ഏറ്റെടുത്ത് നടന്നത്. ഈ കമ്മിറ്റി വരുന്നതിന് മുന്നേ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും മറ്റു ബാക്കിയുള്ള കാര്യങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള നമ്മളെ ഈ അവതാരകനായിട്ടുള്ള വാര്യവരനെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ ഒരു സ്വർണ്ണപ്രശ്നം നടത്തുകയും ആ സ്വർണ്ണചിന്തയുടെ ഭാഗമായിട്ട് നടന്ന പരിഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീകോവിൽ പുനരുദ്ധാരണം മുതൽ ഇങ്ങോട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. ആ കാലത്തിന് ശേഷം ക്ഷേത്രത്തിൽ ഒരുപാട് പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ കിഴക്കും പടിഞ്ഞാറുള്ള ഗോപുരങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം വന്നിരും. ഇപ്പം ഈ ക്ഷേത്രം ഒരു പുരോഗമന പാതയിലാണ് വരുന്നത്. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ എല്ലാവരെയും പൂർണ്ണ സഹായ സഹകരണങ്ങളോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. ഈ ക്ഷേത്രത്തിൽ ശ്രീ പുളിമ്പിടാവ് ചുഴലി ഭഗവതിയും അതുപോലെ മഹാഗണപതിയും ദക്ഷിണാമൂർത്തിയും തൃപ്പക്കാട്ട് ഭഗവതിയും അതുപോലെ തന്നെ സോമേശ്വരിയായിട്ട് ഉപദേവന്മാരും പുറത്ത് നാഗവും ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന വിവരങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഈ അഗ്രശാലയ്ക്കേറെ പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം തമ്പുരാൻ പെരുന്തൃക്കോവിലപ്പന് ഒരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നെയ്യമൃത് വെച്ച് രാത്രി നെയ്യമൃത് വെച്ച് തൊഴുതാൽ തമ്പുരാൻ രാജരാജേശ്വരന് നെയ്യമൃത് വെച്ച് തൊഴുതതിന് തുല്യമാണത്രേ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശക്കാരൊക്കെ തളിപ്പറമ്പ് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സന്ദർഭം വന്നാൽ ഇവിടെ വന്ന് നെയ്യമൃത് വെച്ച് തൊഴുതു പോവുകയും അതിൻ്റെ പരിശുദ്ധിയോടുകൂടി തന്നെ ഈ അഗ്രശാല ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഈശ്വരൻ ഈശ്വരി വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്ന് പറയാൻ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് പുളിമ്പിടാവ് ദുർഗാദേവി സോമേശ്വരി ചുഴലി ക്ഷേത്രം. അതിൻ്റെ കാരണം പഴയ കാലഘട്ടത്തിൽ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ പല ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രവും ആക്രമിക്കപ്പെടുമെന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ഈ ക്ഷേത്രത്തിനെ ഈശ്വര തുല്യം ഉപാസിക്കുകയും ഒക്കെ ചെയ്ത ക്ഷേത്രത്തിലെ പൂജാരി ആ വിഗ്രഹത്തെ കെട്ടിപ്പുണർന്ന് അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത്രേ. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് നമുക്ക് നവരാത്രിയുടെ പ്രത്യേകത അറിയാം. ദേവിക്ക് പല ഭാവങ്ങളുണ്ട്. ഭ്രാമരീ ദേവി എന്ന് പറഞ്ഞ ദേവിയുണ്ട്. അത് വണ്ടിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണത്രേ. ഈ ആക്രമണ കാലഘട്ടത്തിൽ പൂജാരി ഈ ബലിബിംബത്തെ കെട്ടിപ്പിടിച്ച സമയത്ത് അനവധി വണ്ടുകൾ വന്ന് ശബ്ദമുണ്ടാക്കുകയും ആ വണ്ടിൻ്റെ ശക്തി കൊണ്ടും പ്രയാസം കൊണ്ടും ആക്രമിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ പഴയ അഗ്രശാലയുടെ അകത്തുള്ള ചില മരത്തിനൊക്കെ ദ്വാരങ്ങളുണ്ടെന്നും ആ ദ്വാരത്തിലൊക്കെ വണ്ടുകൾ ഉണ്ടായിരുന്നു. ആ വണ്ടുകൾ ഇവിടുത്തെ അംഗരക്ഷകരായി ഇരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ടത്രേ. കേരളത്തിൽ എവിടെ അങ്ങനെയില്ല. അപ്പോൾ ഭ്രാമരി എന്ന് പറയുന്ന ദേവി അവതരിച്ചു എന്ന് ചോദിച്ചാൽ അത് അവതരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ചുഴലി ഭഗവതി ക്ഷേത്രം. അങ്ങനെ ധാരാളം ഐതിഹ്യങ്ങൾ. തളിപ്പറമ്പ് രാജരാജേശ്വരനെ തൊഴുതിട്ട് നെയ്യമൃത് വെച്ച തുല്യ ഫലമാണത്രേ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ. അഗ്രശാലയ്ക്കേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ തൊഴുത് പ്രദക്ഷിണം വെച്ച് പോകുന്ന സമയത്ത് മുൻഭാഗത്തെത്തുമ്പോൾ നമുക്കിവിടെ തെച്ചിത്തറയും ഒക്കെ കാണാം. പഴയ സമ്പ്രദായങ്ങളിൽ ഒക്കെ അത്തരം അനുഷ്ഠാനങ്ങൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയാൽ, ദേവീ ക്ഷേത്രങ്ങളിൽ പോയാലാണ് കൂടുതലും ഇത്തരം തറകൾ കാണുന്നത്. അത് പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, കൊടും ചൂട്
അറ്റ വേനൽ കാലഘട്ടത്തിൻ്റെ അങ്ങേയറ്റമുള്ള സമയത്താണ് കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴി എടുക്കാൻ വരുന്നത്. ആ സന്ദർഭത്തിൽ പോലും ഇതിൽ തെച്ചിപ്പൂവുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ദേവീ സാന്നിധ്യം ഉണ്ട് എന്ന ഐതിഹ്യത്തിന് വേറെ എവിടെയും പോകേണ്ടതില്ല. അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രശാലയുടെ പ്രാധാന്യം, ഈ ക്ഷേത്രത്തിൻ്റെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സങ്കേതമാണ് അഗ്രശാല എന്ന് പറഞ്ഞു. അഗ്രശാലയുടെ ഏറ്റവും മീനരാശി പദത്തിൽ വടക്ക് കിഴക്കേ ഭാഗത്തെത്തുമ്പം പ്രേക്ഷകർക്ക് കാണാം പഴയ സമ്പ്രദായത്തിൽ അഴീക്കോടുകൂടി. ഇതിനെ പള്ളിയറ എന്നാണ് പറയുന്നതെന്നും ഇവിടെ തളിപ്പറമ്പിലെ തമ്പുരാൻ രാജരാജേശ്വരൻ രാത്രി ഇവിടെ വരുന്നു, ചൈതന്യം ഇവിടെ ഉണ്ടാകുമെന്ന ഒരു സങ്കല്പവും ഒപ്പം സോമേശ്വരിയും രാജരാജേശ്വരനും സംഗമിക്കുന്ന അഥവാ യോജിച്ച് നിൽക്കുന്ന ശിവ പാർവതി സങ്കല്പം എന്നാണ്. പ്രകൃതി പുരുഷ സംയോഗമാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു സങ്കേതം കൂടിയാണത്രേ ഇവിടാന്നു. അതുകൊണ്ടാണ് ഇവിടെ രാത്രി നെയ്യമൃത് വെച്ച് തൊഴുതാൽ അത് തമ്പുരാൻ രാജരാജേശ്വരന് നെയ്യമൃത് വെച്ചതിന് തുല്യ പ്രാധാന്യമാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ പ്രദക്ഷിണപദം പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് അകത്ത് കയറി തൊഴുതു പ്രാർത്ഥിക്കാം. നമ്മുടെ ക്ഷേത്രത്തിൽ നവരാത്രിയിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് കലാപരിപാടികളും ചുറ്റുവിളക്കും എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിനും എല്ലാ രീതിയിലുള്ള പരിപാടികളും ഈ നാടിൻ്റെ ഉത്സവമായി തന്നെ ഈ ക്ഷേത്രത്തിലെ പരിപാടികൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിപാടിയാണ്. എല്ലാ ഭക്തജനങ്ങളും അതിന് സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്രത്തിലെ ഉത്സവം അത് ഒരാഴ്ച നീളുന്ന പരിപാടിയാണ്. അപ്പോൾ തിടമ്പ് നൃത്തടക്കമുള്ള തിടമ്പ് നൃത്തവും അതുപോലെ തന്നെ പുറത്ത് കലാപരിപാടികളായിട്ട് ഒരാഴ്ച നടത്തുന്നുണ്ട്. അത് എല്ലാ ദിവസവും 2 നേരം ഉത്സവ സമയത്ത് 2 നേരം വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകിക്കൊണ്ടാണ് ഇവിടെ പരിപാടികൾ നടത്താറുള്ളത്. ഇവിടെ വരുന്ന എല്ലാവർക്കും വയറ് നിറച്ചും ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ ഈ കമ്മിറ്റിക്ക് ഇപ്പം നിലവിലുള്ളത്. ചുഴലി ആണ് എൻ്റെ സ്വദേശം. ചുഴലി ഭഗവതി ക്ഷേത്രത്തിനടുത്ത് തന്നെ. അതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ അമ്പലത്തിൽ മിക്കവാറും വന്ന് തൊഴുത് പോകാറുണ്ട്. അതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ പുരോഗതി കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടുത്തെ പൂജ പിന്നെ നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ല ഒരു പൂജയാണ്. അതുകൊണ്ട് മക്കൾക്ക് പരീക്ഷയായാലും വേറെ എന്ത് ഇതായാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാഴ്ചയെല്ലാം വന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയിലാണ്. അല്ലാതെ ഞങ്ങളെല്ലാം ഏറ്റെടുത്തത് ഒന്നുമില്ല, അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇവരെ ഏറ്റെടുത്തതിൻ്റെ ശേഷം ഇപ്പം ശരിയായ ഒരു പ്രവർത്തനം ഇവിടെ കാണാൻ സാധിച്ചത്. അതിന് മുമ്പ് ഒന്നുമില്ല. ഞാനും കുറേയൊക്കെ നോക്കിന്, ആകുന്നില്ല. അന്നേരം ആളെ കിട്ടണ്ടേ, അതില്ല. ആ അമ്പലം ഇതേ നശിച്ചാണ്ട് ഒപ്പിച്ച് നിർത്തിയെന്ന് അത്രയേ ഉള്ളൂ. ഞങ്ങൾ മറ്റെല്ലാം ഇപ്പം പുതിയ ആളാണ് അതിൻ്റെ ആൾ. ഇപ്പോൾ മുമ്പ് പിന്നെ ഇത് ക്ഷേത്രങ്ങളുടെ പിന്നെ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മരം ഇങ്ങനെ പൊട്ടി വീണു. അപ്പോൾ ഞാനൊന്ന് ചെയർമാനുള്ള ആയ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചിച്ച് ഒരു എൻ്റെ കാലത്തല്ല,
പി കെ സതീശൻ്റെ കാലത്താണ് ഒരു സ്വർണ്ണപ്രശ്നം വെച്ചത്. ആ സ്വർണ്ണപ്രശ്നം വെച്ചത് നമ്മളെ മുരളീധര വാർഡാണ്. അന്ന് പിന്നെ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി ശ്രീകോവിൽ നവീകരിച്ച എല്ലാ ഐശ്വര്യങ്ങളും വരുമെന്നാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ഗോപുരമാണ്. അപ്പോൾ കിഴക്കേ ഗോപുരം പടിഞ്ഞാറേ ഗോപുരം ആയി. അതിനുശേഷം പുരോഗതി തന്നെയാണ്. ഒരുപാട് പുരോഗതി വന്നു. ജനങ്ങൾ നല്ല സഹകരണമാണ്. ഒരുപാട് പിന്നെ പരിപാടി നടത്താൻ പറ്റി. സരസ്വതി മണ്ഡലത്തിന് പരിപാടി, ഉത്സവത്തിന് പരിപാടി, നവരാത്രി പിന്നെ എല്ലാ ദിവസങ്ങളും നവരാത്രി ആഘോഷിക്കുന്നുണ്ട്. അൻപിലോട് വിടാവിൽ അമർന്ന പരമേ ഈ സന്തതം മമ നാവിൽ വണങ്ങേണമെന്നാണ്. അത്യപൂർവമായ, അത് സരസ്വതിയായും ദുർഗയായും ഭദ്രകാളിയായും ഒക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദേവിയാണ്. ആ ദേവിയുടെ മലയാളത്തിലുള്ള ഒരു തനിമയോടുകൂടിയ ഒരു ശ്ലോകമാണ് അൻപിനോട് കുളിമ്പിടാവിൽ അമർന്ന പരമേശ്വരി. അത് ശിവനും ശക്തിയും ഒന്നിച്ചു ചേരുന്നത് കൊണ്ടാണ് അവിടെ പരമേശ്വരി എന്ന പ്രകരണം വന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാട്ടുത്സവം നടക്കുന്ന വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പം വലിയ ബലിക്കല്ല്, ആ ബലിക്കല്ലിന് മുകളിലേക്ക് ദാരുശില്പത്തിൽ ദേവിയുടെ 9 ഭാവങ്ങൾ വിവിധ അംഗത്തിൽ കൊത്തിവെച്ച് നമുക്ക് പ്രേക്ഷകർക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം അകത്ത് പ്രവേശിച്ച് ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ഏറെ വിശേഷപ്പെട്ട അനുഷ്ഠാനം നടക്കുന്ന ഒരു പുണ്യക്ഷേത്രം. ഒപ്പം വൃശ്ചികത്തിൽ ഉത്സവം. ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് പുതുശ്ശേരി സമ്പ്രദായമാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യം. കുംഭമാസത്തിൽ ഉത്സവം വിശേഷമായി നടക്കുന്ന ഒരു ക്ഷേത്രം. മകരമാസത്തിൽ ദേവിയുടെ പ്രതിഷ്ഠാദിനം എല്ലാ അനുഷ്ഠാനത്തോടു കൂടിയും നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ദേവീക്ഷേത്രം. അപ്പോൾ വൃശ്ചിക മാസത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബസമേതം വന്ന് തൊഴുതു പ്രാർത്ഥിക്കുക. മകരമാസത്തിൽ പ്രതിഷ്ഠാദിനവും നവരാത്രിയും ഏറെ വിശേഷമായി അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണ് ദേവീക്ഷേത്രം. നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇടനാഴിയോട് കൂടിയ ഒരു ശ്രീകോവിലാണ്. സപ്തമാതൃക്കൾ, എല്ലാ അനുഷ്ഠാനങ്ങളോടു കൂടിയ നവീകരണം ക്ഷേത്രത്തിൻ്റെ ആകാവുന്ന, നേരത്തെ പറഞ്ഞ 2006 നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിന് ശേഷം നടന്ന നവീകരണത്തിൽ ധാരാളം നവീകരണ പ്രവൃത്തികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചു വരുമ്പോൾ കന്നിമൂലയിൽ ഗണപതി ഭഗവാനും ഒപ്പം ദക്ഷിണാമൂർത്തിയും വളരെ പ്രാധാന്യത്തിൽ ദക്ഷിണയും ആരാധിക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ്. നമുക്ക് ആദ്യം ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം. നിധയെ സർവവിദ്യാനാം വിഷജേ ഭവരോഗിണാം ദക്ഷിണാമൂർത്തി എന്ന് പറയാറുണ്ട്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഗുരുവാണ്. അപ്പോൾ ജീവിതത്തിൽ ഗുരു കടാക്ഷത്തിന് വേണ്ടിയും വിദ്യാ തടസ്സത്തിന് പരിഹാരാർത്ഥമായും ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സങ്കല്പത്തിലാണ് ദക്ഷിണാമൂർത്തി. അതും വളരെ അപൂർവം മാത്രമേ
കിഴക്കോട്ടേക്ക് ദർശനമായി കാണാറുള്ളൂ. ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ടേക്ക് ദർശനമായി ഗണപതിക്കും ഭഗവതിക്കും ഇടയിലാണ് ദക്ഷിണാമൂർത്തി കിഴക്ക് ദർശനം. നമുക്കും ദക്ഷിണാമൂർത്തിയെ തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ നവരാത്രി സന്ദർഭത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം, വിദ്യാരംഭത്തിനും ആധ്യാത്മികമായ സത്സംഗങ്ങളും ഏറെ നടക്കപ്പെടുന്ന ഒരു ക്ഷേത്രം. നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരശ്ലോകം, ചെറിയ കുട്ടി മുതൽ മുതിർന്ന അമ്മമാർ വരെ അടങ്ങുന്ന അക്ഷരശ്ലോകം ഒരു വേദി തന്നെ ഒരുക്കി എല്ലാ വെള്ളിയാഴ്ചയും അനുഷ്ഠാനം നടക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് അഥവാ വായുകോണിലെത്തുമ്പോൾ ഭഗവതി സോമേശ്വരിയെയും കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഐതിഹ്യത്തിൽ ഇല്ലത്തെ അന്തർജനത്തിൻ്റെ കൂടെ 3 കുട്ടികൾ വന്നു എന്നാണ്. അതാണ് പഴയ കാലത്തൊരു ഇല്ലമായിരുന്നു ഇതൊന്നും. ഈ ക്ഷേത്രത്തിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകത വാസ്തുശാസ്ത്രപ്രകാരം നോക്കിയാൽ പ്രേക്ഷകർക്ക് കാണാം, ഇല്ലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോഴും ഈ കാണുന്നത്. അതിൽ 3 പെൺകുട്ടികളായിരുന്നു. അതിൽ ഒന്ന് സോമേശ്വരിയായും, ഒന്ന് ഭദ്രകാളിയായും, ഒന്ന് ചുഴലി സങ്കല്പത്തിലും. ഇങ്ങനെ ഭദ്രകാളി, സോമേശ്വരി, ചുഴലി സങ്കല്പത്തിലാണ്. നമുക്ക് ഭദ്രകാളിയെ തൊഴുത് പ്രാർത്ഥിക്കാം. പ്രധാന ദൈവം ചുഴലി രമ്യാണ്. പുളിമ്പ്രാവ് ചുഴലി ഭഗവതി ക്ഷേത്രമാണ്. പുതിയമായിട്ട് നമ്മൾ മുത്തശ്ശന കഴിച്ചുകൊണ്ടിരുന്നത്. ആ കഴിക്കുന്ന കാലത്ത് മുത്തശ്ശൻ ഒന്നും തരാനില്ല എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ കിടന്നു തൊഴുത്ത് പ്രാർത്ഥിക്കുമ്പോഴേക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ മുത്തശ്ശൻ്റെ മകനാണ് ഞാൻ ഇപ്പോൾ ശാന്തിക്കുന്നത്. രാവിലെ 5 മണിക്ക് തുറക്കും, 5:30 അഭിഷേകം, 6 മണിക്ക് നിർമ്മാല്യ ദർശനം, 7 മണി 7:30 ഉഷപൂജ, 9 മണിക്ക് ഉച്ചപൂജ, 9:30 നടയടക്കും. വൈകുന്നേരം 5:15 നട തുറക്കും. 6 മണി 6:15 ദീപാരാധന, 7:30 നട അടക്കും. ദീപാരാധന കഴിഞ്ഞ് പൂജ കഴിഞ്ഞാൽ നടയടക്കൽ. കുറിച്ചെത്തിയ കാർത്തിക 6 ദിവസം 7 ദിവസത്തെ ഉത്സവമാണ്. പാട്ടുത്സവത്തിനോടുകൂടിയാണ് ഇവിടെ ഉത്സവം തുടങ്ങൽ. അതിന് 3 ദിവസം കലാപരം നടക്കലും 3 ദിവസം ഉത്സവം. പാട്ടുത്സവം എന്ന് വെച്ചാൽ 2 ദിവസം തഴമ്പ് നൃത്തം, 19-20. 19-20 പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അങ്ങനെ ധാരാളം ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രത്തിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് വെച്ച് തൊഴുതും പുഷ്പാഞ്ജലി കഴിപ്പിച്ചും കാര്യസാധ്യം നേടുന്നവർ ഏറെയാണെന്ന് നമുക്കിവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ പ്രദക്ഷിണപഥം നമ്മൾ തൊഴുത് പൂർത്തിയാക്കുകയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് കാര്യം നേടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ്. നമുക്ക് തൊഴുത് പ്രദക്ഷിണപഥം പൂർത്തിയാക്കാം. അങ്ങനെ കുംഭമാസത്തിൽ വളരെ വിശേഷമായ ഉത്സവം. അതിന് ദേവിയുടെ ചരിത്രം മുഴുവൻ ചൊല്ലി അതിനർഹതപ്പെട്ട തെയ്യമ്പാടി വിഭാഗക്കാർ വന്ന് ചരിത്രം ചൊല്ലി കേൾപ്പിച്ചുകൊണ്ട് നടക്കുന്ന ക്ഷേത്രം. ഒപ്പം തിടമ്പ നൃത്തത്തിന് ഏറെ പ്രാധാന്യം. ആ അനുഷ്ഠാനത്തോടുകൂടി ആചാര്യ പാരമ്പര്യപ്രകാരം ചുഴലി ഇല്ല പാരമ്പര്യം, പുതുശ്ശേരി ഇല്ലമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് പ്രദക്ഷിണപഥം പൂർത്തീകരിക്കാം. വയസ്സിൽ വരുന്ന അമ്പലമാണ്, നമ്മളെ സ്വന്തം അമ്പലമാണ്. എൻ്റെ അമ്മേൻ്റെ അച്ഛൻ 57 കൊല്ലം കാഴ്ചമണി എടുത്ത ഇവിടെ ഞാൻ എൻ്റെ അമ്മമാരെടുത്തു, എൻ്റെ മോനെടുത്തു. ഇങ്ങനെ വയ്ക്കുകയും നമ്മളെ സ്വന്തം അമ്പലമാണ്. എന്ത് വിളിച്ചാലും കേൾക്കുന്ന അമ്മയാണ്.
എന്നാൽ നമ്മൾ വേണ്ടത് അമ്മയോട് വന്ന് പറഞ്ഞ അമ്മയത് സാക്ഷി. പിന്നെ എൻ്റെ അമ്മക്ക് ജപവും പറഞ്ഞു കൊടുത്തു. എൻ്റെ അമ്മേൻ്റെ അമ്മ ജപവും കൂടെ പറഞ്ഞു കൊടുത്ത അമ്മയാണ്. 2 കുട്ടികൾ വന്ന് ജനിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഞങ്ങൾ അന്നേരേ വരുന്ന ഞങ്ങൾക്ക് ഭയങ്കര പിടുത്ത നമ്മൾ സ്വന്തം അമ്പലമാണ്. 2 കുട്ടികൾ വന്ന് ആ കുട്ടികൾ അമ്മയോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ജപിച്ചോന്ന് എൻ്റെ അമ്മേൻ്റെ അമ്മയോട്. അന്നേരം നമുക്ക് ഭയങ്കര ഭക്തിയാണ്. അന്നേരം ഈ സ്വർണ്ണ പ്രശ്നം വെച്ചിരിക്കണം കുറച്ച് ദിവസം. അന്നേരം പറഞ്ഞ് എല്ലാം അമ്മ വരുത്തും, ആര് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരും. അതിൻ്റെ മോനിലേരാ എൻ്റെ സ്വർണ്ണ പ്രശ്നം പ്രതിഷ്ഠനം ചെയ്ത് അന്നേരം ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. പിന്നെ ഇവർ പുതിയ ആൾക്കാർ കുട്ടികളും വന്നു, എല്ലാം നല്ലതായിരുന്നു. ഈ ഭാഗം മുഴുവൻ വലിയ കാടായിരുന്നു. ആ മുള്ളെല്ലാം ഇങ്ങനെ വന്നിട്ട് ഈ ശ്രീകോവിലിൽ മുട്ടുന്ന ചീങ്ങാമുള്ളായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ട് അമ്മേൻ്റെ മടീൻ്റെ ഉള്ളിൽ കൂടിയിട്ട് പേടിച്ചാൽ വരുക. അങ്ങനെ വരുന്നു. ഇവിടെയാണ് വന്ന് തൊഴാൻ ധൈര്യമില്ല. വണ്ട്, ചെറിയൊരു കറുത്ത വണ്ടുണ്ട്, ഇങ്ങനെ ചുറ്റി വച്ചെടുക്കും. അതും പേടിയായിരുന്നു. അങ്ങനെയുള്ള അമ്പലമാണ്. ഇങ്ങനെ ഓരോരും പിന്നെ കമ്മിറ്റിക്കാർ മാറി വന്ന് ഇപ്പം ഈ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പാണ് മാതൃസമിതി ഉണ്ടായില്ല. അന്നൊന്നും മാതൃസമിതിയൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പുരുഷന്മാരെന്തെങ്കിലും ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം മാതൃസമിതി വന്ന് എല്ലാവരും ഒത്തുകൂടി ഏത് സമയത്ത് വന്നാലും രാവിലെ ആയാലും വൈകിട്ടായാലും എപ്പോൾ ആൾ ഇവിടെ തയ്യാറായിട്ടുണ്ടാകും. ഏത് കാര്യത്തിനും തയ്യാറായിരിക്കും. അങ്ങനെ ഇപ്പം നല്ലൊരു രീതിയിലേക്ക് വന്നു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഇപ്പം കൂടുതലായിട്ട് ഭക്ഷണമെല്ലാം കൈയുണ്ട്. അതും ഭക്ഷണമൊന്നുമില്ല. വെള്ളം കുടിക്കാൻ തന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. എല്ലാ വെള്ളിയാഴ്ചകളിലും അക്ഷര ശ്ലോകം നടത്തുന്നുണ്ട്. രാമായണ മാസം രാമായണ പാരായണം നടത്തുന്നുണ്ട്. അഖണ്ഡ രാമായണം നടത്തുന്നുണ്ട്. പിന്നെ എല്ലാ മാസ സംക്രമ ദിവസങ്ങളിലും അന്നദാനം നടത്തുന്നുണ്ട്. ഇപ്പോൾ വിഷു സംക്രമ സദ്യ നാനാജാതി മതത്തിലുള്ള എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് 22 വിഭവങ്ങളുമായിട്ട് സദ്യ ഗംഭീരമായി നടത്തി. അങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും ക്ഷേത്രം വളരെയധികം പുരോഗതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വലിയൊരു സ്റ്റേജും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെയധികം പുരോഗതി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിന്. 52 വർഷമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതാണ്. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വരാൻ റോഡില്ല. അന്ന് ഒരു ഇടവഴിയിലേക്കൂടെ വന്ന് ഇവിടെ കയറിയാൽ തന്നെ പിന്നെ വന്ന് ശാന്തിക്കാരന് നമ്പൂതിരി ഇല്ലെങ്കിൽ നമുക്ക് പേടിയാവും. ആരും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. വഴുതിയിട്ടും വീണിട്ടും ഇങ്ങോട്ട് വരാനും പേടിയാണ്. അങ്ങനെയുള്ള സമയത്ത് ആരെ വന്നു എംബ്രാസൻ ഇല്ലേ പിന്നെ വന്ന് വിളിച്ചാലും കൂടെ നമുക്ക് പേടിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അവസരമാണ് ഉണ്ടാവല്. അന്നൊന്നും വെളിച്ചമുണ്ടാവില്ല. രാത്രിയെല്ലാം വന്ന ഒരു വിളക്കിൻ്റെ തിരിയിൽ മാത്രമാണ് വെളിച്ചം കിട്ടൽ. അങ്ങനെയുള്ള സ്ഥലമാണ്. ഇപ്പം പിന്നെ ആടുന്ന ഓരോ കമ്മിറ്റി വന്ന് ഇപ്പോൾ ഉള്ള കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഈ നല്ലൊരു മാറ്റം വന്നത്. മാതൃസമിതിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ കമ്മിറ്റീൻ്റെ കൂടെ വന്നിട്ടെല്ലാം ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട്. ആഴ്ചക്ക് അക്ഷരശ്ലോക സഹസ്രം നടത്തുന്നുണ്ട്. നാമജപം നടത്തുന്നുണ്ട്. അവരെ എല്ലാം ഭംഗിയായി നടത്തി വരുന്നുണ്ട്. അമ്മേൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചെല്ലാം മനസ്സറിഞ്ഞ് അമ്മ തരുന്നുണ്ട്. മനസ്സ് വേദനിച്ച് വന്ന് വിളിച്ചാൽ വിളിപ്പുറത്താണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട് അമ്മ. ഈ പുളിമ്പിടാവ് എന്ന് പറഞ്ഞ ഒരു ഇല്ലായിരുന്നു. ആ ഇല്ലത്ത് ഒരു ബ്രാഹ്മണൻ പൂജ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾ പൂജ ചെയ്ത് അയാൾക്ക് ക്ഷീണിച്ച് ചുഴലി ദേശത്ത് പോയിട്ടാണ് പൂജ ചെയ്യുക. പിന്നെ ഞാൻ കാണുന്ന സമയം ഇത് വെറും കാട്. അങ്ങനെയുള്ളൊരു അമ്പലമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പം എല്ലാം നല്ല വികസനവും കാര്യങ്ങളെല്ലാം ആയി. പെരിങ്കോന്ന് പുളിമ്പിടാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചാണ് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പുളിമ്പിടാവ് എന്ന് പറയുന്ന ഇല്ലം, ആ ഇല്ലത്തെ അന്തർജനം ചുഴലി ഭഗവതിയെ നിത്യം ദർശിക്കാൻ തൊഴുത് പ്രാർത്ഥിക്കാൻ പോകുന്നു. അങ്ങനെ ഏറെ പ്രായാധിക്യവും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടും വന്ന സമയത്ത് ചുഴലി ഭഗവതിയോട് പറഞ്ഞു അത്രേ, അമ്മ എൻ്റെ കൂടെ വരണം, എനിക്കിനി ഒന്ന് തൊഴാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നാം. അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ച് മണാട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ 3 പെൺകുട്ടികളെ കാണാനിട വരുന്നു. മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി ആ കുട്ടികളെ കൂട്ടി ഇല്ലത്തേക്ക് വരുന്നു. ഇല്ലത്ത് വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പലകയൊക്കെ ഒരുക്കി അവിടെ ഇരുത്തി ഭക്ഷണം എടുക്കാൻ പോയി വരുമ്പോഴേക്കും കുട്ടികളെ കാണാനില്ല. പിന്നീട് അവിടുന്ന് ആ പലക എടുക്കാൻ നോക്കുമ്പം ഭാരത്താൽ പലക അവിടുന്ന് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജ്യോതിഷ വിധി പ്രകാരം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ സാക്ഷാൽ സോമേശ്വരിയും അതുപോലെ ഭദ്രകാളിയും ചുഴലി ഭഗവതിയും ഇവിടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ സാന്നിധ്യം കണ്ട ഈ സങ്കേതമാണ് പിന്നീട് ക്ഷേത്രമായി മാറിയത് എന്ന് നമുക്കിവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലായി. മറ്റൊരു പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളൊക്കെ നശിക്കപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിനെ
ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ക്ഷേത്രം ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തി ആ ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ ദേവിയുടെ ശക്തി മനസ്സിലാക്കി ദേവി വണ്ടിൻ്റെ രൂപത്തിൽ പടയോട്ട കാലഘട്ടത്തിൽ വന്ന ടിപ്പുവിൻ്റെ പടയാളികളെ ഇവിടുന്ന് ഭയപ്പെടുത്തി. ഭ്രാമരീ ദേവി എന്ന് നമുക്ക് ദേവി മഹാത്മ്യത്തിൽ കാണാം. അങ്ങനെ അനുഭവങ്ങൾ ഏറെയുണ്ടായ ഒരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, പെരുന്തൃക്കോവിലപ്പൻ രാജരാജേശ്വരൻ രാത്രിയിൽ ഈ സാന്നിധ്യത്തിൽ, ഈ സങ്കേതത്തിൽ വരുന്നു. ഇവിടെ വെച്ച് നെയ്യമൃത് വെച്ച് രാത്രി നെയ്യമൃത് വെച്ച് തൊഴുതാൽ അത് തമ്പുരാൻ രാജരാജേശ്വരന് നെയ്യമൃത് വെച്ചതിന് തുല്യമാണെന്ന് പറയപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. കന്നിമൂലയിൽ അത്യപൂർവമായ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായ അത്യപൂർവം ദക്ഷിണാമൂർത്തിയുള്ള ക്ഷേത്രം. ഭദ്രകാളിയെയും സോമേശ്വരിയെയും ഗണപതിക്കും പ്രത്യേകം ആരാധന നടക്കപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, എല്ലാ സംക്രമ നാളിലും അന്നദാനം നടത്തി. കൂടാതെ വിഷു സംക്രമ നാളിൽ എല്ലാ വിഭാഗക്കാർക്കും അവിടെ ജാതിഭേദമില്ലാതെ അന്നദാനം നടത്തുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചുഴലി ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവുമായി വീണ്ടും പ്രദക്ഷിണ വഴിയിൽ കാണാം. നന്ദി, നമസ്തേ.